ജനങ്ങളെ മതവിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി പല വിധത്തിലുള്ള ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു ഉണ്ടാക്കുന്നത് മതം വേണ്ട, ദൈവം വേണ്ട എന്നുള്ളതല്ല. അവരുടെ ഉദ്ദേശം അതാണ്. അതിനവർ സ്ഥാപിച്ചു കൊണ്ടുവരുന്നത്, നിങ്ങൾ എന്തിനാണ് ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്? ആൺകുട്ടികളോടും പെൺകുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ലിബറലിസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യമെന്നാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? നിങ്ങൾ എന്തിനാണ് വാപ്പിയും പറഞ്ഞിടത്ത് മാത്രം കേൾക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പഠിച്ചുകൂടെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടൂടെ? നിങ്ങൾ എന്തിനാണ് തടവറയിൽ കഴിയുന്നത് എന്നുള്ള നിലയിലാണ് ഇവർ ചെറിയ കുട്ടികളെ, കൗമാരപ്രായക്കാരെ വഴിതെറ്റിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു സ്വന്തം ചിന്താഗതി വരുന്നത്? ആളുകളെ വഴിതെറ്റിക്കാൻ ഏറ്റവും സമർത്ഥമായൊരു ആർഗ്യുമെൻ്റാണിത്. നിങ്ങൾ ആര് പറഞ്ഞും കേൾക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്നാൽ മതി, നിങ്ങൾ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ കഴിയേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാർ മുസ്ലിമുകളായിട്ടുള്ളവരുണ്ട്. അതിൽ ഏതെങ്കിലും മൂലയിൽ ഒരുത്തനെ കൊണ്ടുവന്ന് ഇസ്ലാമിന് രാജിവെച്ചവൻ എന്ന് പറഞ്ഞിട്ട് അവനെ പ്രകീർത്തിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ധാരാളം പത്രങ്ങൾ ഇവിടെ ഉണ്ട്, ടി വി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ സംഗതി നടന്നാൽ മതി, ഈ ചട്ടക്കൂട് പൊട്ടിച്ചാൽ മതി, എന്നാൽ പിന്നെ ബാക്കിയൊക്കെ ശൈത്താൻ കൊണ്ടു നടന്നോളൂ. ശൈത്താൻ അല്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആളുകളെ എന്ത് ആണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നടന്നു, നിങ്ങൾ ആര് വേണമെങ്കിൽ കല്യാണം കഴിച്ചോ, നിങ്ങളുടെ ചടങ്ങുകൾ എങ്ങനെ ആവട്ടെ, നിങ്ങൾക്ക് മതധർമ്മ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്നുള്ള സ്വഭാവത്തിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രേരണ സ്വാഭാവികമായിട്ടും പിശാചിൻ്റെ ഒരു പ്രവർത്തനത്തിന് ഫലമായി ഇങ്ങനെയുള്ളൊരു പ്രചരണം കൂടി ഉണ്ടാകുമ്പോൾ വഴിതെറ്റാൻ എളുപ്പമാണ്. പക്ഷേ ഒരു കാര്യം ഈ പറയുന്ന ചിന്തകന്മാരാരും ചിന്തിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരുപാട് അക്രമം നടക്കുന്നു ഈ നാട്ടിൽ, എല്ലായിടത്തും ഉണ്ട്. എത്രയോ ആളുകളെ കൊല്ലുന്നെന്ന് മാത്രമല്ല, ചെറിയ കുട്ടികളെ കൊല്ലുന്നതിൻ്റെയൊക്കെ ഒരു രൂപം അതിനെ പറ്റി വായിച്ചാൽ വലിയ സങ്കടമാണ്. പത്രങ്ങൾ വായിച്ചാലേ ഒരു കണക്കിന് നമുക്ക് ടെൻഷനാവും. ഉമ്മനെ കൊല്ലുന്നു, വാപ്പനെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. എത്ര നിഷ്ഠൂരമായിട്ടുള്ള സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമം ഉണ്ടായിട്ട് കാര്യമുണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നിയമം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നിയമത്തിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നാലും നിയമപ്രകാരം ചെയ്യുന്ന ശിക്ഷ തൂക്കിക്കൊല്ലലാണ്. 10 ആളെ കൊന്നാലും അങ്ങനെയാണ്. അപ്പോൾ 10 ആളെ കൊന്നതിന് ശിക്ഷയാകുമോ? അപ്പം നിയമം കൊണ്ട് മനുഷ്യരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നിയമത്തിൻ്റെ പോരായ്മയിൽ ഇന്ത്യയിൽ സ്ത്രീകളുടെയും കുട്ടികളെയും രക്ഷയ്ക്ക് വേണ്ടി എത്രയോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നോക്കിയാൽ ഇത്രയും ശക്തമായ നിയമങ്ങളാണ്. എന്നിട്ടും എന്താണ് ഓരോ ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്നത്? ഓരോ ദിവസവും എത്രനെ കൊന്ന് വലിച്ചെറിയുന്നത്? കൊല്ലാന്ന് മാത്രമല്ല, കൊന്നതിന് ശേഷം എത്ര വികൃതമായിട്ടാണ് മൃതശരീരങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിയമം കൊണ്ട് തടയാൻ ഒക്കില്ല. എത്ര ശക്തമായ നിയമം വന്നാലും ശരി, മനുഷ്യനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒക്കില്ല. അത് കൂടുമെന്നതിൻ്റെ തെളിവാണ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ. എന്താ കാരണം? പ്രധാനമായൊരു കാരണം, ഞാൻ പാർലമെൻറ്റിൽ ഒരിക്കൽ സംസാരിച്ചിരുന്നു. ഇവിടെ ഈ അക്രമത്തിൻ്റെ പ്രധാന കാരണം, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമത്തിൻ്റെ പ്രധാന സ്ഥലം ഗാർഹിക പീഡനമാണ്, സ്വന്തം വീട്ടിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഇത്തരം അക്രമങ്ങൾ വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മദ്യമാണ്, മയക്കുമരുന്നാണ്. മദ്യം മയക്കുമരുന്നിൻ്റെയും സ്വാധീനമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ അക്രമത്തിൻ്റെ കാരണം. അന്ന് ആ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് മേനകാ ഗാന്ധിയായിരുന്നു. അവർ പറഞ്ഞു, MP പറഞ്ഞത് ശരിയാണ്, അതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ ഈ നാട്ടിൽ ഇതുപോലെ മദ്യം മയക്കുമരുന്നും വ്യാപിച്ച ഒരു കാലം ഉണ്ടായിട്ട്, പണ്ട് ഈ മദ്യപിക്കുന്ന ആളുകൾക്ക് മദ്യപിച്ചെന്ന് കണ്ടാൽ അറിയായിരുന്നു.
ഇന്നതല്ല. ഇന്ന് പുതിയ പുതിയ സാങ്കേതിക വിദ്യയും മറ്റും വന്നിട്ട് ഓരോ ചെറിയ ഇതേമാതിരി ഒരു കടലാസ് നാവിൻ്റെ അടിയിൽ വെച്ചാൽ അവന് വേണ്ട ലഹരിയൊക്കെ അത് കൊടുത്തോളൂ. ആ ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറി. കേരളത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. കേരളം എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറിയിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമുള്ള സാധനങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോലും അയക്കുന്ന വിധത്തിലേക്ക് ഈ കേരളം എന്ന് പറയുന്ന നല്ല നാട് ആ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. അപ്പം എന്താണ്, എത്ര പേരുണ്ട് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്നും സമരം അതൊക്കെ ഉണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള സമരങ്ങൾ വളരെ കുറവാണ്. ഉണ്ടായിട്ടും കാര്യമില്ല. ഇതിനെ മക്കാറാക്കിക്കൊണ്ട് നടക്കും. പഴയ ഗാന്ധിയൻ അവനെന്താ അറിയാം എന്ന് ചോദിച്ച് അവനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. അവൻ സമൂഹത്തിൽ സ്ഥാനമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഗതി ഇവിടെ ഇതിൻ്റെ പ്രചാരകന്മാർ പറയുന്നത് എന്താ വെച്ചാൽ ബോധവൽക്കരിച്ചാൽ മതി എന്നാണ്. ഇഷ്ടം പോലെ മദ്യം കിട്ടുക, ഇഷ്ടം പോലെ മയക്കുമരുന്ന് കിട്ടുക. സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ ക്യാമ്പസിൽ പെൺകുട്ടികൾക്കടക്കം ഈ മയക്കുമരുന്നുകൾ കൊടുക്കുക. ഇതെല്ലാം സുലഭമായിട്ട് കൊടുത്തിട്ട് പറയാം നോക്ക് തുടരണ്ട. അത് പറ്റുമോ? കിട്ടൂലേ? അപ്പോൾ ആളുകൾ എടുക്കും. ഒരു പ്രാവശ്യം വലയിൽ വീണാൽ പിന്നെ അവർ മദ്യപിച്ചുകൊണ്ടേയിരിക്കും. ഈ കുട്ടി പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോഴത്തെ അങ്ങനത്തെ കുട്ടി മയക്കുമരുന്നിന് അടിമയായോ എന്ന് ഉമ്മക്കോ വാപ്പക്കോ അറിയാൻ കഴിയില്ല. അതറിയാതെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി മുങ്ങിപ്പോയിരിക്കുന്നു എന്ന് അറിയുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ കാരണം? ഈ മനുഷ്യനിർമ്മിതമായ ഒരു സംഗതി കൊണ്ട് തമർച്ച ചെയ്യാൻ ഒക്കില്ല. ഇത് നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട്, ഇപ്പം ഞാൻ ജോറാജിക്കൊക്കെ അറിയാം, വാഴക്കാട് നിന്ന് ഒരു നല്ല സബ് ഇൻസ്പെക്ടർ വന്നിരുന്നു. ആ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് മൂപ്പര് ഒരു വിദ്യ പ്രയോഗിച്ചു. ഒരു മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു ചെക്കനെ പിടിച്ച് അടിയന്തരാക്കിച്ച് അവനോട് കുറേ നമ്പർ വാങ്ങിച്ചിട്ട് ഈ കൈവശം വെച്ച് ഇടവണ്ണപ്പാറ ഒരു പീടിയൻ്റെ അപ്പുറത്ത് ഇയാളുടെ കയ്യിൽ മയക്കുമരുന്ന് സാധനമുണ്ട്, വന്ന് വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തു. ഇഷ്ടം പോലെ വന്ന് കുട്ടികൾ. അത്ഭുതം എന്ന് പറയട്ടെ, ഈ എസ് ഐ എന്നറിയാതെ ഇയാളെ ഇത് കണ്ടിട്ട് 20-25 വയസ്സ് പ്രായമുള്ള കുറേ കുട്ടികൾ വലയിൽ വന്ന് അവരെ അയാളൊന്നും ചെയ്തില്ല, രക്ഷിതാക്കൾക്ക് വിവരം നിങ്ങളെ കുട്ടീൻ്റെ പോക്ക് ഇങ്ങനെയാണ്. അപ്പം എന്താ സംഭവം? ഈ വിധത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ പരീക്ഷണം നടത്തിയാൽ മതി. എന്തുകൊണ്ടാണ് മതബോധത്തിൻ്റെ കാര്യം? ഇവിടെ ഈ നിയമമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ഈ നിയമമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പിന്തിരിയാത്തത്? അതിൻ്റെ കണ്ണ് വെട്ടിക്കാൻ പല വഴിയുമുണ്ട്. എന്ത് കുഴപ്പമുണ്ടായാലും അതിന് വഴിയുണ്ട്. എന്നാൽ കണ്ണ് വെട്ടിച്ച് തെറ്റ് ചെയ്യാൻ കഴിയാതെ കുറേ കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്യാൻ കഴിയാത്ത നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഒന്ന് വിളിച്ചു ഒരു സെൻസസ് നടത്തി വെക്കുക. ഒരു സെൻസസ് പിടിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ മദ്യപിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കുഴപ്പം കാണിക്കാത്തത് എന്നത് ചോദിച്ചാൽ, മര്യാദക്ക് നടക്കുന്ന കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചാൽ, അല്ലാത്തവരും വിളിച്ച് ചോദിച്ചാൽ, മര്യാദക്ക് നടക്കുന്നവർ പറയും എന്തായിരിക്കും? പഠിച്ചവനെ പഠിച്ചിട്ടാണ്. മറ്റേ പല വഴിയുണ്ട്, മറ്റേ നോക്കി കഴിച്ചാൽ ഞാൻ പഠിച്ചവനെ പേടിച്ചിട്ടാണ് ഈ സംഗതി ഒന്നും ചെയ്യാത്തത് എന്ന് അവർ പറയും. ആ ഭാഗമാണ് നീക്കം ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നത്. നാട്ടിൽ നടക്കുന്ന എല്ലാ വൃത്തികേടിൻ്റെയും കൂടെ നിൽക്കുന്നവർ, അതിൻ്റെ കൂടെ കൂടാത്തവർ പറയുന്നത് ഞങ്ങൾക്ക് പഠിച്ചവനെ പേടിയാണ് എന്നുള്ളതാണ്. ആ പഠിച്ചവനെ പേടി മാറ്റുകയാണ് ഈ ലിബറൽ ചിന്താഗതിക്കാരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന അത്തരക്കാരിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ ഉപരിപ്ലവമായ ഒരു കാര്യം കൊണ്ടും കാര്യമല്ല, അവർ അന്തരാത്മാവിനെ ശുദ്ധീകരിക്കുക മാത്രമാണ് ഇതിനുള്ള പോംവഴി എന്ന് പറയുന്നത്. സമന്വയ വിദ്യാഭ്യാസത്തെ പോലുള്ള സംഗതികൾ നടത്തുന്ന ആളുകൾക്ക് ഈ ലോകത്തോട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യവും കുട്ടികൾ ഈ തെറ്റായ പാതയിൽ നിന്ന് മാറ്റി എടുത്ത് അള്ളാഹുവിനെ പേടിക്കുന്ന തിരുനബിയുടെ ചര്യകൾ അനുസരിക്കുന്ന വിധത്തിൽ ഒരു നീക്കത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ്. നമുക്കത് വേണം. വിജ്ഞാനം ഉണ്ടായിട്ട് കാര്യമല്ല. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറേറ്റ് ഇവർക്ക് 2 പേർക്കും ഡോക്ടറേറ്റ് ഉണ്ട്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രയോജനപ്രദമായ വിജ്ഞാനം. നിമിഷങ്ങൾ തങ്ങൾ നാഫിയായിട്ടുള്ള ഇൽമിന് ദ്വാരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രയോജനമില്ലാത്ത ഇൽമ കിട്ടരുതെന്നും ദ്വാര ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടത് ആ പ്രയോജനപ്രദമായിട്ട് വിജ്ഞാനം കിട്ടുക എന്നുള്ളതാണ്.
അല്ല ഡിഗ്രി എടുത്തോണ്ടൊന്നൊരു കാര്യമില്ല. ഒരുപാട് ഡിഗ്രി എടുക്കുക പല പെൺകുട്ടികളും ലോകത്തിൻ്റെ പല ഭാഗത്തും പോയിട്ട് ഇപ്പോൾ ഡിഗ്രി എടുത്ത് വരുന്നുണ്ട്. കൊറോണൻ്റെ അല്ല മറ്റേ ഇതുണ്ടായിരുന്നു, നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് ഓരോന്ന് പഠിക്കുന്നത്. അതായത് ഏതോ മൂലക്കെന്ന് ആ കുട്ടി എങ്ങനെ അവിടെ എത്തിയെന്ന് തന്നെ അറിയില്ല. ഞാൻ മന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോയപ്പോൾ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു, സർ ഞാൻ ഈ നാടിൻ്റെ പേര് തന്നെ ആദ്യം കേൾക്കുകയാണ്. വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് തന്നെ നാടിൻ്റെ പേരറിയില്ല. അമ്മാതി ഓരോ മൂലയിൽ ദുനിയാവിൻ്റെ ഓരോ മൂലയിൽ ഈ കുട്ടികൾ പഠിക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെ, പഠിക്കട്ടെ. പക്ഷേ പഠിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ലതായി വരാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ അന്തരാത്മാവിൽ പ്രേരണ കൊടുക്കുകയാണ് ഇതുപോലെ കാര്യങ്ങൾ. നല്ലതാണ്. ലൈബ്രറി ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, നമ്മൾ പഠിക്കാനും നമുക്ക് അറിയാത്തത് പഠിക്കാനും ഇപ്പം സൗകര്യങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനടക്കം നിങ്ങളെല്ലാവരും ആ മാർഗത്തിലേക്ക് പോകുക.